മെത്രാനായ സമുദായ വംശഹത്യയുടെ നാളുവഴികൾ എന്നുള്ള പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ രൂപതാ സംഗ്രഹം, പാസ്റ്റർ കൗൺസില് എന്നുള്ള വിഷയങ്ങളാണ് അല്ലേ. അപ്പോൾ ആ പാസ്റ്റർ കൗൺസിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഒരു ചെറിയ കാര്യം നമ്മുടെ ഇടവകയിലെ നമ്മുടെ പള്ളികളിലെ പൊതുയോഗമാണ്. ഈ പള്ളി പൊതുയോഗങ്ങൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ്, പൊതുയോഗത്തിൽ പാസ്സാക്കിയതെന്ന് പറയുന്ന സമയത്ത് നമുക്ക് വലിയ തോതിലുള്ള സന്തോഷമൊക്കെ ഉണ്ടാവും. പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ പള്ളി പൊതുയോഗങ്ങളുടെ എന്താണ് ഒരു തകരാറുകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഒരു കുറവുകൾ. പള്ളി പൊതുയോഗത്തിലെ നമ്മളിപ്പം ചില പള്ളികളിലെ തീരുമാനം എഴുതി ഓരോ ഒപ്പിടുന്ന സ്ഥലമുണ്ട്, ചില സ്ഥലങ്ങളിൽ പിന്നെ 2 പ്രാവശ്യം ഒപ്പിടുന്നുമുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യം ഒപ്പിട്ടാലേ അത് ശരിയാവുള്ളൂ. ഒപ്പിടാതെ ആരെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ അവനെ പുറത്താക്കുന്ന സംവിധാനവും ഇതിനിടയ്ക്ക് നമ്മുടെ അടുത്ത പള്ളികൾ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. അതായത് അയാൾ ശരിക്കും അയാളുടെ അടുത്ത് മിനിസ് വന്നില്ല, അയാൾ ഒപ്പിടാൻ വിട്ടുപോയി. അപ്പം അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം വിഷ്ണു കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പൊതുവത്തിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഇടവക. അപ്പോൾ അതെല്ലാം സംഘത്തിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ സംഘത്തെ പറ്റി നമ്മൾ സംസാരിക്കി വരുന്നത്. ഇപ്പോൾ രൂപതാ പാർലമെന്റ് ഈ പാസ്റ്റർ കൗൺസിൽ എന്ന് പറയുന്നത് അതൊരു മെത്രാൻ മെത്രാന് വേണ്ടിയുള്ള ഒരു ഇതാണ്. അതിനകത്തൊന്നും കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കാരണം അത് അധികവും നോമിനേറ്റഡ് ആയ ആളുകൾ, പിന്നെ അതിനൊരു പ്രാതിനിധ്യ സ്വഭാവത്തിൻ്റെ ഇടവകയിലെ കൂടാരയോഗങ്ങളിൽ നിന്ന്, പിന്നെ എന്താണ് അങ്ങനെ വന്ന് ഒരു ഫോറനായിൽ നിന്ന് 2 ആണ് 2 പെണ്ണും ഒക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആളുടെ സംഖ്യ അനുസരിച്ച് ചിലപ്പം കൂടും കുറവൊക്കെ ചെയ്യും. അപ്പോൾ ഈ ആളുകൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവരിങ്ങനെ പറ്റുന്ന കൈവെക്കാവുന്ന അല്ലെങ്കിൽ സ്തുതിപാഠക ആളുകളെയൊക്കെ കണ്ടെത്തി അവർ അതിന് വേണ്ടുന്ന പണികളൊക്കെ നേരത്തെ ഒപ്പിച്ചു വെക്കും. അപ്പം ഈ കൈവെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് വെക്കാൻ പറ്റുന്ന ആളുകൾ മലബാറിൽ നിന്നുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് പോകാൻ താല്പര്യമുണ്ട്. എന്താ വെച്ചാൽ അതിന് DA കിട്ടും. ഇത് നാട്ടിൽ നിന്നൊക്കെ DA കിട്ടിയാലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വയനാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുന്നവർക്ക് DA കിട്ടും, നല്ല സന്തോഷമായിട്ട് അവിടെ താമസിക്കാം. അപ്പം എവിടെയാണ് പോയത്? നമ്മൾ പിന്നെ പാസ്റ്റർ കൗൺസിലല്ലേ പോയത്, വലിയ കേസാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു 10-15 വർഷമായി കാണുമ്പോൾ നമുക്കിതിനെ പറ്റി, അതുകൊണ്ടാണ് എന്നെ അവസാനത്തെയും 5 ടേമിൽ എനിക്ക് മലബാർ CC പ്രസിഡന്റിന് പാസ്റ്റർ കൗൺസിലിലെ അംഗമാണ്. അപ്പം 4ാമത്തെ തവണയും 5ാമത്തെ തവണയും നമ്മളെ ഹൈക്കമാൻഡ് വെട്ടി. അപ്പം 5ാമത്തെ തവണ അന്നത്തെ നമ്മുടെ KCC ഭരണസമിതി ആവശ്യപ്പെട്ട 1 വർഷത്തിന് ശേഷം 2 വർഷം എനിക്ക് കിട്ടി. അതാണ് നമ്മുടെ അവസാനത്തെ ഒരു പ്രായം. ഇനി അവിടെ എത്തുമ്പം ഈ പറയുന്ന നമ്മുടെ MP-മാർ MLA-മാർ അടങ്ങുന്ന വിഭാഗം ഈ ബിഷപ്പിനെതിരെ സംസാരിക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരു ചർച്ച അവിടെ വരാനുള്ള ചാൻസ് അവിടെ ഇല്ല. നമ്മുടെ പള്ളി പൊതുയോഗങ്ങളെ പോലെ തന്നെ പള്ളി പൊതുയോഗങ്ങൾ വെച്ച് നമ്മളൊക്കെ പറയാറില്ല, വലിയ തീരുമാനം എടുക്കും. ആ തീരുമാനം എടുക്കാറുമില്ല, അവിടെ നടപ്പിലാക്കാറുമില്ല. അച്ഛൻ പറയുന്ന തീരുമാനം നടപ്പിലാക്കും. ഈ പള്ളി പൊതുയോഗത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെന്ന് വെച്ചാൽ മുകളിലേക്ക് കുരിയെ കോടതിയിലേക്ക് അയച്ചാൽ പോലും അതൊന്നും തീരുമാനമാകാൻ വേണ്ടി പോകുന്നുണ്ട്, കാരണം അതെല്ലാം ഒന്നിച്ചിട്ടാണ്. ഈ പാസ്റ്റർ കൗൺസിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന സൈസിലുള്ള ആളുകൾ അവിടെ തമ്പടിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നാൽ താമസിക്കുന്ന സൗകര്യങ്ങളും ഭക്ഷണം കിട്ടും, ഇല്ല, ഇതൊക്കെ നല്ലതാണ്. പിന്നെ ചർച്ചയൊന്നും കാര്യമായി നടക്കുന്നില്ല. അതിന് മുമ്പ് അജണ്ട അവർ തീരുമാനിക്കും. അൽമായ സെക്രട്ടറിയും അച്ഛന്മാരുടെ സെക്രട്ടറിയും കൂടെ അജണ്ട തീരുമാനിക്കും. അവർ ചോദ്യങ്ങളൊക്കെ എഴുതി ചോദിച്ചാൽ അതിനുള്ള റബ്ബർമെയ്ഡ് ഉത്തരങ്ങളൊക്കെ നമ്മൾ ഈ ബാങ്ക് സൊസൈറ്റിയിലൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ ഇലക്ഷൻ്റെ ജനറൽ ബോഡിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. ആ ഉത്തരം കിട്ടിയാൽ നമ്മൾ സംതൃപ്തരാക്കി പോകണം. അപ്പം അങ്ങനെയൊക്കെ പഠിക്കപ്പെടാതെ ഉള്ള ചർച്ചകളിൽ നിന്നുണ്ടായതാണ് ഈ സംഗ്രഹ പുസ്തകം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതൊരു സീരിയസ് ആയ ഒരു ബോർഡ്, ഇതിന് വേറെ ഘടനകളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇത് സംഗ്രഹ പുസ്തകം പാസ്സാക്കിയ കാലയളവിൽ ഞാൻ പാസ്റ്റർ കൗൺസിൽ അംഗമല്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകൾ, ഈ പാസ്റ്റർ കൗൺസിൽ നടക്കുന്ന ചർച്ചകൾ ബിഷപ്പിന് വേണ്ടിയുള്ള ചർച്ചകളാണ്. അതായത് ഒരു ജനങ്ങളെ അറിയിക്കുന്നു എന്ന് പറയാൻ വേണ്ടി വരുന്ന എല്ലാം കൂടെ അതിൻ്റെ വലിയ കഴമ്പൊന്നുമില്ല. അല്ലെങ്കിൽ അതിനകത്ത് ഭരണപ്രതിപക്ഷങ്ങളൊക്കെ വന്ന് നല്ല ആളുകളൊക്കെ വന്ന് ഉള്ള ഒരു പാർലമെന്റ് ഒരു ചർച്ചയൊക്കെ വരും. അപ്പം അതല്ല, അവിടെ പിതാവ് പറയുന്നതിന് അപ്പുറത്തേക്ക് വേറൊരു ആൻസർ വരാൻ പറ്റാത്ത സൈസിലുള്ള ഒരു ബോഡി ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നമാണ് സംഗ്രഹം എന്നുകൊണ്ട് തന്നെയാണ് ഈ സംഗ്രഹം ഇപ്പം ഇപ്പം വലിയ ചോദ്യചിഹ്നവും തർക്ക വിഷയവും നമുക്ക് അപമാനകരമായ ഈ സംഭവം മാറി ഇല്ലേ. കാരണം ഇത്രയും വലിയ ഭരണഘടനാ വിദഗ്ധന്മാരും അല്ലേ, പാർലമെന്റേറിയന്മാരും MP-മാരും MLA-മാരും ഒക്കെ ഉള്ള വലിയ സഭയാണല്ലോ, അവരൊക്കെ കൂടിയാണല്ലോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് ഈ പറഞ്ഞ സ്റ്റീഫൻ മുറിക്കുന്ന ചോദിച്ച പോലെ അവിടെ എന്തിനാണ് ഈ പറഞ്ഞ ദളിതർക്ക് സംവിധാനം? നമ്മളെ ഈ ദളിതരുണ്ടോ? ആണോ? നമുക്കൊരു സംശയമില്ല, മലബാർകാർ ദളിതരാണോ? ഒരു സംശയം ആണോ? തമാശക്ക് ചോദിക്കണം.
അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഇത് വായിച്ചപ്പോൾ നമുക്കുണ്ടായി. പിന്നെ ഇതിനകത്ത് പറയുന്ന ആളെ കൂടും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അപചാരങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് തന്നെ പിന്നെ ഈ സംഗ്രഹ പുസ്തകത്തിന്റെ ഈ പിന്നെ എന്താ ഉത്തരവാദി ഈ എന്നാ പറഞ്ഞ പിന്നെ അച്ഛന്മാരുടെ കൗൺസിലുണ്ട്, ഈ ആ കൗൺസിലൊക്കെ ആറ്റിക്കുറുക്കിയിട്ടാണല്ലോ ഇതെല്ലാം വരുന്നത്. അപ്പൊ അവരൊക്കെ ഏറ്റെടുത്താൽ മതി. പാവപ്പെട്ട നമ്മുടെ എന്താണ് പിന്നെ ഈ പാസ്റ്റർ കൗൺസിലെ പിന്നെ പോയ അംഗങ്ങൾ അവരൊന്നും ഉണ്ടെന്നും വേണ്ട, അവരെ ഒന്നും കുറ്റപ്പെടുത്തേണ്ട. കാരണം അവരൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല. ഇനി നമുക്ക് വക്കീലൊരു കാര്യം അറിയാലോ, അതായത് ഒരു നിയമസഭയിൽ അല്ലെങ്കിൽ ലോകസഭയിൽ ഒരു സബ്ജക്റ്റ് മാറ്റർ ചെയ്യണമെങ്കിൽ അത് അല്ലെ അയച്ചു കൊടുക്കുക, 1-2 പ്രാവശ്യം കരടിടുക, അങ്ങനെയൊക്കെയുള്ള 3-4 പ്രാവശ്യത്തെ ചർച്ചകളില്ലേ, എത്ര പ്രാവശ്യം പേരിക്കൊഴിക്കുന്നു. സബ്ജക്ട് വിടുക. ഇപ്പൊ ഈ ലോകസഭയ്ക്ക് ഉണ്ടല്ലോ ഇപ്പൊ പെട്ടെന്ന് പാസ്സാക്കാൻ വേണ്ടി നെയ്യപ്പം അതിന്റെ കൂടെ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാൻ വേണ്ടി 1 മാസം 2 മാസം ഒക്കെ പ്രസിദ്ധീകരിച്ച് ഇടും. എന്നിട്ടാണ് ഒരു നിയമം കരടായിട്ട് തന്നെ വരികയും പ്രാബല്യത്തിലാവും. അപ്പൊ ഈ നമ്മുടെ ഇപ്പോൾ ലോകസഭയുടെ എണ്ണ 800 ആക്കണം എന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചിന്തയില്ലാതെ ഉണ്ടാക്കിയതാണ് ഈ സംഗ്രഹം. അത്രയും നമുക്ക് ഇപ്പൊ പറയുന്നത് ഈ പാസ്റ്റർ കൗൺസില് അതിന്റെ ഘടന മാറ്റാത്ത കാലം അതിനകത്തെ ഈ സ്ത്രീ റേഷ്യോ, നമ്മൾ സ്ത്രീകളോട് ആർക്കും വിരോധം ഉണ്ടായിട്ടില്ല. ഈ സ്ത്രീ റേഷ്യോയിൽ പോകുന്ന അത് അതിന്റെ അകത്തൊരു ക്വാളിറ്റി ഇല്ല അല്ലേ. അപ്പൊ അതൊക്കെ അവരെ വരുതിക്ക് നിർത്താം. അപ്പൊ അങ്ങനെ വന്ന് ഈ നമ്മള് ഈ എന്താണ് കേന്ദ്രം എന്തുകൊണ്ട് 800 ആക്കണം എന്ന് ആവശ്യപ്പെട്ടത് സ്ത്രീകളെ നന്നാക്കാൻ വേണ്ടിയല്ലല്ലോ. അതേപോലെ നമ്മളെ ഇവിടുത്തെ സ്ത്രീകളെ ഉദ്ധരിക്കാൻ വേണ്ടിയൊന്നും അല്ല ഇവരുണ്ടാക്കിയത്. അവരെ അതിനകത്തോട് ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള സംഗ്രഹമാണ്. അത്രയും എനിക്ക് സംഗ്രഹത്തെ പറ്റിയും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഗ്രഹം ഇപ്പം ഒരു എന്താണ് കിട്ടുന്ന ആവശ്യമില്ല. കാരണം അത് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. നിങ്ങൾ പാസ്റ്റർ കൗൺസിലിനെ പറ്റി പറയുന്നു. അടുത്ത കാലത്തായി മൂലക്കാട്ട് മെത്രാൻ വന്നതിൽ പിന്നെയാണല്ലോ പാസ്റ്റർ കൗൺസിലിൽ 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയത്. ഇന്ത്യയിലോ കേരളത്തിലോ എവിടെയോ ഇല്ലാത്തൊരു കാര്യമാണ്. ഭരണഘടനയിലോ അല്ലെ ഭരണപരമായി നടക്കുന്ന ഒരു സ്ഥാപനങ്ങളിലും ഇല്ലാത്തൊരു കാര്യമാണ് 50% സ്ത്രീ സംവരണം. എന്തിനാണ് ഈ പാവപ്പെട്ട വിശ്വാസികളായ സ്ത്രീകളെ ചൂഷണം ചെയ്യാനും നിലയ്ക്ക് നിർത്താനും കുമ്പസാരത്തിന് അടിമയാക്കി നിർത്താനും അവരെ കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ റാറ്റിഫൈ ചെയ്തെടുക്കാനും. അപ്പം 50% അവർക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ 49 പുരുഷന്മാർ വന്നാലും അവിടെ തോൽവിയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. 850 ലോകസഭാംഗങ്ങളെ ആക്കാൻ വേണ്ടി എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ എന്താണ് അമിത്ഷായൊക്കെ ശ്രമിച്ചത് ഈ മൂലക്കാട് പിതാവിനെ കണ്ടിട്ടായി ചിലപ്പം. അതെ, കാരണം അദ്ദേഹം അതിന് മുമ്പേ കണ്ടു 50% ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രാനായ സമുദായത്തിലെ പുരുഷന്മാരെ ഒതുക്കാം. കാരണം ഈ സഭയെല്ലാം പെണ്ണുങ്ങളായി മാറിയില്ലേ. അതെ, അവര് പാസ്റ്റർ കൗൺസിൽ ആയാലും പരീക്ഷ കൗൺസിൽ ആയാലും അവര് പരീക്ഷ കൗൺസിൽ എന്താണ് ചായ മീനും കഴിച്ച് അവര് പോകും. എന്തെങ്കിലും ഒരു പുരുഷന് ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പെണ്ണുങ്ങളെല്ലാം കയറി അവരെ മൂലക്കാട്ട് മെത്രാന്റെ ഫോട്ടോയും മോദിയുടെ ഫോട്ടോയും കാണുമ്പോൾ നല്ലൊരു സാമ്യമില്ലേ? ഈ കാര്യത്തില് കേന്ദ്രത്തിലെ ഈ ഉപദേശം നൽകിയത് അദ്ദേഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.